നമസ്കാരം. വീട്ടമ്മാസിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് വീട്ടമ്മാസിൻ്റെ എപ്പിസോഡിൽ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഫിഷ് ബിരിയാണിയാണ്. അപ്പോൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ നെമ്മീനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 1/2 കിലോയോളം നെമ്മീനുണ്ട്. 1/2 കിലോ 3/4 കിലോയോളം നെമ്മീനുണ്ട് കേട്ടോ. ഞാനൊരു വലിയ മീനിൻ്റെ നടുക്കലത്തെ ഭാഗം നോക്കി ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുകയാണ്. അപ്പോൾ ഇനി ഇതിന് മസാല പറ്റാൻ വേണ്ടി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ നിങ്ങൾ എടുക്കുന്ന എത്രത്തോളം കഷ്ണങ്ങളുണ്ടോ അതനുസരിച്ചിട്ട് നിങ്ങൾ എടുത്തോളണം. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റോ നീരോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതെല്ലാം നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ കുഴച്ചതിന് ശേഷം നന്നായിട്ട് അരപ്പ് പുരട്ടി മാരിനേറ്റ് ചെയ്യാനായിട്ട് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കുക. അപ്പോൾ ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് മീൻ വറുക്കാനായിട്ട് എടുക്കാം. നമ്മൾ അരപ്പ് പുരട്ടി ഏകദേശം അരമണിക്കൂറിൽ കൂടുതൽ മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന നെമ്മീൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം സാധാരണ നന്നായിട്ട് മൂപ്പിച്ച് വറുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത്രയും നന്നായിട്ട് മൂക്കണ്ട, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈയിൽ നിന്നും കുറച്ചുകൂടി മൂത്ത് കിട്ടുന്ന രീതിയിൽ വറുത്തെടുക്കുക. അപ്പുറവും ഇപ്പുറവും തിരിച്ച് മറിച്ച് വിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഈ ഒരു മൂപ്പ് മതി നമ്മുടെ ഫിഷ് മസാല ഉണ്ടാക്കാനായിട്ട്, ബിരിയാണിയുടെ ഫിഷ് മസാല ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ കഷ്ണങ്ങളെല്ലാം നമുക്ക് പാനിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം. ഇനി ഞാനൊരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് സവോള കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് പിസ്ത വേണം, അതിന് വേണ്ടിയിട്ടാണ് ഉള്ളി മൂപ്പിച്ചെടുക്കുന്നത്. അതിന് ശേഷം ആ എണ്ണയിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി വറുത്ത് മാറ്റി വയ്ക്കും. അപ്പോൾ ഇനി നമുക്ക് ആ മീൻ വറുത്ത പാനിൽ തന്നെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഒന്നിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് സവോളയും പച്ചമുളകും, ഒരു 3-4 മീഡിയം സൈസ് സവോളയും 6 മുതൽ 8 വരെ പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ ചില്ലി പൗഡർ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട, കാരണം അരപ്പ് ആ ഇതിലുണ്ട്, എണ്ണയിൽ കൂടെ ഉണ്ട്. ഇനി നമുക്കൊരു 2 വലിയ പഴുത്ത ടൊമാറ്റോ, നന്നായിട്ട് പഴുത്ത ടൊമാറ്റോയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് കഴിയുമ്പം ഒരു വലിയ കൈപ്പിടി നിറയെ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും അതുപോലെ നമ്മൾ ഉള്ളി മൂപ്പിച്ച് വെച്ചിരുന്നില്ല, അതിന്നും ഒരു പിടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഉള്ളി മൂപ്പിച്ചത് ഇതിലിട്ട് വഴറ്റുമ്പോഴത്തേക്ക് നമ്മുടെ ഫിഷ് മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റും മണമൊക്കെ കിട്ടും. എന്നിട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന മീൻ കഷ്ണങ്ങൾ ഈ അരപ്പിൽ പൊതിഞ്ഞെടുക്കണം. അപ്പോൾ ഇട്ട് ഇളക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഇത് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് കിട്ടണം. ഈ അരപ്പെല്ലാം കൂടി ഈ മീനിൻ്റെ കഷ്ണങ്ങളിൽ പൊതിഞ്ഞിങ്ങനെ കുറച്ച് നേരം അത് പൊതിഞ്ഞ് വെച്ച് സിമ്മിലിട്ടതിന് ശേഷം ഒന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കറോ പാനോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ച് വെക്കുക. അതിലേക്ക് നെയ്യും സൺഫ്ലവർ ഓയിലും പകുതി ഒഴിച്ചു കൊടുക്കുക. ഒരു പട്ട, 2 ഏലയ്ക്ക, 5-6 ഗ്രാമ്പു, കുറച്ച് പെരുംജീരകം, ഇത് ഇത്രയിട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു സവോള സ്ലൈസ് ചെയ്തത്, തീരെ കനം കുറയ്ക്കണമെന്നൊന്നുമില്ല, ഒരു മീഡിയം കനത്തിൽ നമുക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിക്കേണ്ട, ഒന്ന് വാട്ടിയെടുത്താൽ മതി. എന്നിട്ട് അരി, അപ്പം ഞാനിവിടെ ഇപ്പോൾ ഒരു 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അരി നന്നായിട്ട് 20 മിനിറ്റോളം കുതിർത്തതിന് ശേഷം വെള്ളം നന്നായിട്ട് വാർന്നു പോകാൻ വെച്ചിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ ഈ കൂട്ടിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇട്ടതിന് ശേഷം അപ്പോൾ 3 കപ്പ് അരിക്ക് നോർമലി 6 കപ്പാണ് വെള്ളം വെക്കുന്നത്. അപ്പോൾ ഞാൻ 6 കപ്പ് ഒരു 1/2 കപ്പോളം കൂടെ കൂടുതൽ വെച്ചിട്ടുണ്ട്. പഴയ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന കണക്ക് തന്നെ ഞാൻ കുറച്ച് വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണ് വയ്ക്കുന്നത് ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതിലായിട്ട് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അപ്പം ഇതിന് മുന്നേ നമ്മൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് നമ്മൾ വെയിറ്റൊന്നും ഇടണ്ട, ചുമ്മാ അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട്
വേവിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗീ റൈസ് ഇത് റെഡി ആയി കഴിഞ്ഞു. ഇനി തണുക്കുന്ന വരെ ഒന്ന് ഈ ഫോർക്ക് വെച്ചിട്ടിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുക. അപ്പം ചോറൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. ഇനി ഇത് ഒരു വാഴയില ഞാൻ വാട്ടിയെടുക്കുകയാണ്. ഞാൻ 2 രീതിയിൽ ദമ്മിടുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ, 2 3 രീതിയിൽ ഞാൻ ദമ്മിടുന്ന കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് വേറൊരു രീതി, വാഴയില വെച്ച് കെട്ടിയിട്ടാണ് ഞാൻ ദമ്മിടാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമ്മൾ ഫിഷ് ലെയറായിട്ട് താഴത്തെ ലെയറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷമാണ്, നെയ്യ് ഒഴിച്ചതിന് ശേഷമാണ് ഫിഷിൻ്റെ മസാല താഴെ വെച്ച് കൊടുത്തത്. അതിന് ശേഷം ചോറ് വെച്ചു, പിന്നെ ഫിഷിൻ്റെ മസാല വെക്കുന്നു. അതിന് ശേഷം അതിൻ്റെ മേളിൽ വീണ്ടും നമ്മൾ ഒരു ലെയർ ചോറിടുന്നു, കുറച്ച് നെയ്യ് ഒഴിക്കുന്നു. ഇങ്ങനെ ലെയറായിട്ടാണ് ഞാൻ ഇടാനായിട്ട് ചെയ്യുന്നത്. എപ്പോഴും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ മേളിൽ ഉള്ളി മൂപ്പിച്ചിട്ട് കൊടുത്തു, മല്ലിയില പുതിനയില ഇട്ട് കൊടുത്തു, അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ട് കൊടുത്തു, വീണ്ടും നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു, പിന്നെ വീണ്ടും ചോറിട്ട് കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ ലെയറായിട്ട് ചെയ്യുന്നു. അപ്പം ഫിഷ് മസാലയാണെങ്കിലും ബീഫാണെങ്കിലും ഇങ്ങനെ ലെയറായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചോറിലൊക്കെ ഇതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. താഴെ മാത്രം ഇടുന്നതിനേക്കാളും ഇങ്ങനെ ലെയറായിട്ട് ഇടുന്നതാണ് കുറച്ചുകൂടി നമ്മുടെ റൈസിന് ആ ഒരു ഫ്ലേവർ കൂടുതലായിട്ട് കിട്ടുന്നത്, നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക്. അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതേ മൊത്തത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന കുറച്ച് നെയ്യും അതിൻ്റെ മേളിലോട്ട് ഒഴിച്ചു കൊടുക്കുക, മല്ലിയില ഇട്ട് കൊടുക്കുക, ഉള്ളി മൂപ്പിച്ചത് ഇട്ട് കൊടുക്കുക, അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് പതുക്കെ വാഴയില വെച്ചിട്ട് ഇതിൻ്റെ മേൽഭാഗം ഒന്ന് മൂടിക്കെട്ടാം. നമ്മൾ പണ്ട് ആവി പിടിക്കുന്ന കലത്തിൻ്റെ മേളിൽ ഇങ്ങനെ വാഴയില വെച്ച് കെട്ടത്തില്ലായിരുന്നു, ആവി മേളിലോട്ട് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ആവി പിടിക്കുന്ന സമയത്ത് ഷീറ്റൊക്കെ മൂടിയതിന് ശേഷം മാത്രമേ ആ വാഴയില കീറത്തുള്ളൂ. അപ്പോൾ ആവി എല്ലാം കൂടെ നമുക്ക് കിട്ടും. ആ ഒരു രീതിയിലാണ് ഞാനിവിടെ ഇപ്പോൾ ദമ്മിടാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റാക്കി ലെയർ ചെയ്ത് അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വാഴയില വാട്ടി വെച്ചിട്ടുണ്ടല്ലോ, ആ വാഴയില ഇട്ട് ഈ പാത്രത്തിൻ്റെ മൂടിയെ നമ്മളൊന്ന് മൂടിക്കെട്ടാനായിട്ട് പോവുകയാണ്. അപ്പോൾ വാഴയില എടുത്തു. ഇനി നമ്മൾ ഒരു നൂലോ അല്ലെങ്കിൽ വാഴയുടെ തന്നെ നാരുണ്ടല്ലോ, ആ നാര് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക. ഒട്ടും ആവി പുറത്ത് പോകാത്ത രീതിയിൽ വാഴയില നന്നായിട്ട് കവർ ചെയ്തിരിക്കണം. അത് വാഴയില പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടിയെടുത്തത് കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ കെട്ടി വെച്ച് കൊടുക്കുക. ഇനി നമ്മളൊരു തവ വെച്ച് കൊടുക്കുക. പഴയതുപോലെ തന്നെ തവ ഒന്ന് ചൂടായി 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ബിരിയാണി വെച്ച് കൊടുക്കുക. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ ഇങ്ങനെ സിമ്മിലിട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണി എല്ലാം റെഡി ആയിട്ട് വരും. അപ്പോൾ ഇതിന് ശേഷം തീ ഓഫ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തുറക്കാം. അപ്പോൾ വാഴയിലൊക്കെ നമുക്ക് ഇളക്കി നോക്കാം നമ്മുടെ ബിരിയാണി ഏതവസ്ഥയിലാണെന്ന്. ആഹാ, അടിപൊളിയായിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഫിഷ് ബിരിയാണിയാണ്, സ്പെഷ്യൽ ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.